ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ മലയാളി താരം ആരാണ്? ഉത്തരം ജിൻസി ജോർജ്. ഉത്തരം ജിൻസി ജോർജ്. അടുത്ത ചോദ്യം, ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ. അടുത്തത്, ഒരു വ്യാഴവട്ടം എന്നത് എത്ര ഭൗമവർഷമാണ്? ഒരു വ്യാഴവട്ടം എത്ര ഭൗമവർഷമാണ്? 12. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ഉത്തരം ചെറുശ്ശേരി. മനുഷ്യനെ ബഹിരാകാശത്തു എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ഗഗൻയാൻ. ഉത്തരം ഗഗൻയാൻ. അടുത്തത്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ലോകമാന്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നും ബാലഗംഗാധര തിലകിനെ അറിയപ്പെടുന്നു. 2025 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ്. ഉത്തരം ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ജേതാക്കൾ തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. നിലാവ് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. നിലാവ് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ തെരുവ് വിളക്കുകൾ LED ആക്കുന്നു. കേരളത്തിലെ തെരുവിളക്കുകൾ LED ആക്കുന്നതിനാണ് നിലാവ് എന്ന് പറയുന്നത്. നൗക എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? നൗക എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം തോണി. മോയിൻകുട്ടി വൈദ്യർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോയിൻകുട്ടി വൈദ്യർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മാപ്പിളപ്പാട്ട്. ഉത്തരം മാപ്പിളപ്പാട്ട്. ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ചൊവ്വ. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ പറയൻ എന്നിവ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിവ തുള്ളലുമായി ബന്ധപ്പെട്ടതാണ്. തുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവകാശികൾ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ എന്നെല്ലാവർക്കും അറിയില്ലേ? അതിൻ്റെ കർത്താവാണ് വിലാസിനി. വിലാസിനി. ഏറ്റവും അവസാനം രൂപീകൃതമായ കേരളത്തിലെ നഗര കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ കോർപ്പറേഷനാണ് അവസാനമായി രൂപീകരിച്ചത് കണ്ണൂർ. അടുത്തത്, സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്ന ജീവി ഏത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. ഉത്തരം സിംഹവാലൻ കുരങ്ങ്.